കേരളത്തിന് 45% തീരപ്രദേശവും തീരശോഷണ ഭീഷണിയിൽ നിന്ന് പഠന റിപ്പോർട്ടുകൾ. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, കോസ്റ്റൽ സ്റ്റഡീസ് സെന്റർ തുടങ്ങിയവയുടെ റിപ്പോർട്ടുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഇക്കാര്യം നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. 20 ലക്ഷത്തിലേറെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ സത്വര നടപടി അനിവാര്യമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഇതുവരെയും നടപ്പിലായിട്ടില്ല. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മൺസൂൺ കാലത്ത് അതിശക്തമായ കാറ്റും തിരയും സ്വാഭാവികമാണ്. ശക്തമായ തിരയുടെ തള്ളൽ ഇക്കാലത്ത് അതിരൂക്ഷമായ തീരശോഷണത്തിനും കാരണമാകുന്നു. ഒക്ടോബർ നവംബർ വരെ ഇത് തുടരുകയും ചെയ്യും. കടൽ ശാന്തമാകുന്ന ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ നഷ്ടപ്പെട്ട തീരം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനവും പടിഞ്ഞാറൻ തീരത്ത് 2016 ശേഷമുണ്ടായ കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും മൂലം നഷ്ടപ്പെടുന്ന തീരത്തിൻ്റെ 70% പോലും പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല. കേരളത്തിൻ്റെ 40% തീരമേഖലകളിൽ അതിശക്തമായ ശോഷണം നടക്കുന്നുണ്ട്. 26% തീരപ്രദേശത്ത് മാത്രമാണ് പുനഃസ്ഥാപനം സാധ്യമാകുന്നത്. ഇൻകോയിസിൻ്റെയും നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ചിൻ്റെയും റിപ്പോർട്ടുകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. തീരശോഷണം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ 3ാം സ്ഥാനമാണ് കേരളത്തിന്. 45% തീരവും ശോഷണത്തിൻ്റെ ഭീഷണി നേരിടുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കൃത്യമായ നടപടികളില്ലാത്തതുമൂലം മുതലപ്പുഴയിൽ മണ്ണിടിഞ്ഞ് അപകടങ്ങൾ തുടർക്കഥയുമാകുന്നുണ്ട്. 90കളുടെ അവസാനത്തിൽ മുതലപ്പുഴയിലെ ആദ്യ ബ്രേക്ക് വാട്ടർ അലൈൻമെന്റ് തെറ്റിയതോടെ വാമനപുരം ആറിന്റെ അഴിമുഖമായ മുതലപ്പുഴയിൽ മണ്ണിടിഞ്ഞു തുടങ്ങി. തുടർന്ന് ബ്രേക്ക് വാട്ടർ പൂർണ്ണമായും പൊളിച്ചുമാറ്റി നിലവിലുള്ളത് നിർമ്മിക്കുകയായിരുന്നു. മുതലപ്പുഴി ബ്രേക്ക് വാട്ടറിന്റെ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടുന്ന മണ്ണ് സാൻഡ് പമ്പിംഗ് വഴി തീരശോഷണം നടക്കുന്ന മറുകരയിലേക്ക് പമ്പിംഗ് ചെയ്യാൻ സാധിക്കും. തുടർച്ചയായി തീരപരിപോഷണം നടത്തിയാൽ അഴിമുഖത്ത് അടിഞ്ഞുകൂടുന്ന മണ്ണ് നിയന്ത്രിക്കാനാകുമെന്ന് പഠനങ്ങളുണ്ടെങ്കിലും നടപ്പാകുന്നില്ല. ന്യൂസ് ഡെസ്ക്, ജനം. അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് ജനം ടി വി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ജനം ടി വി സ്പെഷ്യൽ ക്യാമ്പയിനിൽ നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്നും പങ്കെടുക്കുന്നു. ഒപ്പം ശ്രീ സതീഷ് ഗോപി, ഹൈഡ്രോഗ്രാഫർ, നമ്മളൊപ്പം അതിഥിയായി ചേരും. അതിനു മുമ്പ് നമുക്ക് ഐസൻ ജോസ്, ഐസൻ ഇപ്പോൾ 5 തെങ്ങ് കടപ്പുറത്താണുള്ളത്, ആ തീരപ്രദേശത്താണുള്ളത്. ഐസൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 20 ലക്ഷത്തിലേറെ ജനങ്ങളെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്നൊരു വിഷയമാണ്. അതിലും 8 ലക്ഷത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവനും സ്വത്തിനും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ തീരദേശം കടന്നു വരുന്നത്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ ഒരു ആശങ്കയും ഈ തരത്തിലാണ്. തീർച്ചയായും സുരേഷ്, ജനങ്ങൾ ഏറെ ആശങ്കയിലാണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം തന്നെ തകർന്നു കിടക്കുന്ന നിരവധി വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തീരം തകർന്നു പോയതും അതുപോലെ തന്നെ പുലിമുട്ടുകൾ തകർന്നു പോയതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കടലേറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ തീരശോഷണത്തിൻ്റെ ഏറെ ഗൗരവതരമായ ഒരു ആഘാതമേൽക്കുന്ന പ്രദേശമാണിതെല്ലാം. ഇതുപോലെ തന്നെ കേരളത്തിൻ്റെ മൊത്തം തീരപ്രദേശത്ത് 600ഓളം കിലോമീറ്റർ ദൈർഘ്യത്തിൽ കിടക്കുന്ന കേരളത്തിൻ്റെ തീരപ്രദേശത്തെല്ലാം തന്നെ ഈ ഭീഷണി ശക്തമായി നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച പഠനങ്ങളെല്ലാം തന്നെ നടന്നത്. ആ പഠനങ്ങളിലാണ് ഏറെ ഗൗരവതരമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 45% തീരം, കേരളത്തിൻ്റെ 45% തീരം ഇത്തരത്തിൽ തീരശോഷണ ഭീഷണി നേരിടുന്നുവെന്നാണ്. കാരണം ഈ തീരശോഷണ ഭീഷണി നേരിടുമ്പോൾ സ്വാഭാവികമായും ആ പരിസരത്ത് വീടുകൾ തകർന്നു പോകുന്നു. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥകൾക്ക് പ്രതികൂലമായി ബാധിക്കുന്ന, ലൈവ്ലിഹുഡിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതീവ ഗൗരവമായി അഭിസംബോധന ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ ഈ അറബിക്കടലിൽ, അതായത് കേരള തീരത്തോട് ചേർന്ന് കേരള തീരം നിൽക്കുന്ന അറബിക്കടലിലെ ഇക്കഴിഞ്ഞ, അതായത് ഒരു 7-8 വർഷങ്ങളായി അല്ലെങ്കിൽ 10 വർഷത്തിന് താഴെയായുള്ളൊരു കാലഘട്ടത്തിൽ വലിയ തോതിൽ ഈ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലൊരു ചുഴലിക്കാറ്റിൻ്റെ പ്രതിഭാസം ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്നതിൻ്റെ എത്രയോ അതുപോലെ സമാനമായി തന്നെ അറബിക്കടലിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ അടുത്ത 10 വർഷത്തിനിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 10 വർഷത്തിനിടെ കാലാവസ്ഥയിൽ വന്ന ഗൗരവതരമായൊരു മാറ്റം, മഴയുടെ ഗതി, അതുപോലെ തന്നെ കടലിൻ്റെ ആ ഒരു സ്വഭാവത്തിൻ്റെ ഗതിയെല്ലാം തന്നെ മാറ്റുകയും ഈ കടലേറ്റത്തിന് സാധ്യത കൂടുകയും ചെയ്യുകയാണ്. ഈ കടലേറ്റം കൂടുന്നു. അതുപോലെ തന്നെ ഈ മഴയുടെ വിതരണം വ്യത്യസ്ത രീതിയിലായപ്പോൾ മഴ പെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസിയിൽ മാറ്റം വന്നപ്പോൾ ഏത് സമയത്തും മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടി
കൂടി ഉണ്ടാവുകയാണ്. സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് മൺസൂൺ മാസങ്ങളിൽ ഏതാണ്ട് ഓഗസ്റ്റ് മാസം പകുതിയോടെ അല്ലെങ്കിൽ സെപ്റ്റംബർ അവസാന പകുതിയോടെയൊക്കെ മൺസൂൺ അവസാനിക്കുകയും ആ മൺസൂൺ അവസാനിക്കുന്നതോടുകൂടി തന്നെ ഈ കടലെടുത്തു പോയ ഒരുപാട് മണ്ണ് കടലെടുത്തു പോയതിന് ശേഷം ഈ കടൽക്ഷോഭം അല്ലെങ്കിൽ ഈ മഴക്കാലത്തിൻ്റെ പ്രത്യാഘാതം തീരുന്ന ഒരു ജനുവരി മാസം തൊട്ടുള്ള സമയങ്ങളിൽ ആ മണൽ തിരിച്ചെവിടെത്തുന്ന അതല്ലെങ്കിൽ സ്വാഭാവികമായ തീര സമ്പുഷ്ടീകരണം നടക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസമുണ്ട്. അതിനാണ് മാറ്റം വന്നിരിക്കുന്നത്. അതാണ് ഇത്തരത്തിൽ അതീവ ഗൗരവതരമായി തീരം നശിച്ചു പോകാനും കടൽ ഓരോ വർഷവും കയറി വരാനും തീരത്തിൻ്റെ വിസ്തൃതി കുറയാനുമുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുന്നത്. ഈ ഒരു പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു വിഷയമായി തന്നെ വരികയും അത് തീരശോഷണത്തിൻ്റെ പഠനങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയുമായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിൻ്റെയും അതുപോലെ തന്നെ കോസ്റ്റൽ സ്റ്റഡി സെൻറ്ററിൻ്റെയും വിവിധ യൂണിവേഴ്സിറ്റികളുടെയും പഠന കേന്ദ്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ പഠനം നടന്നത്. ഈ പഠനത്തിലാണ് 45% തീരം ഈ ഭീഷണി നേരിടുന്നു എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയും നിയമസഭയിൽ തന്നെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് വിവരം നൽകുകയും ചെയ്തത്. അതീവ ഗൗരവതരമായൊരു വിഷയമാണ് കേരള തീരം. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ തീരവും പ്രത്യേകിച്ച് കൂടുതൽ മീൻപിടുത്ത തൊഴിലാളികളുള്ള കേരള തീരവും അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ നേരിടുന്നത് എന്ന കാര്യത്തിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. എന്ത് തന്നെയായാലും ദൃശ്യങ്ങൾ തന്നെ അതിന് സാക്ഷിയാകുന്നു എന്നതാണ് വസ്തുത. ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമ്മുടെ തീരദേശം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തീരദേശം നേരിടുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ പൊതു ആധിയായി മാറുകയാണ്. പക്ഷേ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അതിനോട് മുഖം തിരിക്കുകയാണ്. കൃത്യമായി ശാശ്വത പരിഹാരമുണ്ട്. ആ പരിഹാര മാർഗങ്ങൾ ശാസ്ത്രീയമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആ തീരശോഷണം തടയാൻ സാധിക്കും. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സുരക്ഷയും നൽകാൻ കഴിയും. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ ഒരു അനന്തരഫലം തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ആ ദൃശ്യങ്ങളിനടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ഒരു പരിഭവം ആശങ്കയും ഒരു തരത്തിലാണ്. നമുക്ക് അതിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. തീർച്ചയായും സുരേഷ്, ഇവിടുത്തെ ജനത, അതായത് മീൻപിടുത്ത തൊഴിലാളികളും തീരദേശവാസികളുമായ ജനത ഏറെ ആകാംക്ഷയിലാണ് അല്ലെങ്കിൽ ഏറെ ദുഃഖത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളാണ് എനിക്ക് പുറകിലൊക്കെ കാണുന്നതും ഈ പരിസരത്തെല്ലാം തന്നെ എനിക്ക് കാണാനാവുന്നതും തകർന്നു കിടക്കുന്നതൊക്കെ. ഇപ്പോൾ നമ്മോടൊപ്പം സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായ വലേറിയൻ ഐസക് ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് കുറെ കൂടി കാര്യങ്ങൾ, അദ്ദേഹം നേരിട്ട് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഇടപെടുന്നൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയുണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാനാകും. ഐസക്, ഇത് നമ്മളുടെ ഈ പ്രശ്നം, അതായത് ഗൗരവതരമായൊരു പ്രശ്നം 2016 ശേഷം കാര്യമായി ഉണ്ടാകുന്നുണ്ട്, കടലേറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ ഇവിടെയൊക്കെ കാണുന്നു ഒരുപാട് വീടുകൾ ഇങ്ങനെ തകർന്നു കിടക്കുന്നു. അഞ്ചുതെങ്ങ് കോട്ടയുടെ പുറകിലുള്ള എല്ലാ വീടുകളും തകർന്നു കിടക്കുകയാണ്. ഇതിൽ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായ നടപടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്? ഇതുവരെയ്ക്കും ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം സർക്കാർ പറയുന്നത് 10 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ നിങ്ങൾ ഇവിടെ നിന്ന് മാറിക്കൊടുക്കുമെന്നാണ് ഈ പുനർഗേഹം പദ്ധതി. പക്ഷേ നമ്മളിവിടെ നിൽക്കുന്ന ഈ മണ്ണ് പോലെ നമ്മൾ കാണുന്നുണ്ട്, തീരത്തോട് ചേർന്നുള്ള മണ്ണിലാണ് നിൽക്കുന്നത്. ഇത് പിറമ്പോക്കല്ല, ഇത് പ്രമാണമുള്ള 5 സെൻറ്റ് 8 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞത് ഒരു വീടാണ്. വീട് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കത്തുള്ളൂ. ഒരു ഭവനം എന്ന് പറയുമ്പോഴത്തേക്ക് 30 ലക്ഷം 40 ലക്ഷം 50 ലക്ഷം രൂപയുടെ ഒരു ഭവന പദ്ധതി, വീട് സ്ഥലവും കൂടെ ചേർന്ന് വരുമ്പോൾ സർക്കാർ ഈ 10 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ഞങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഞങ്ങളിത് പിന്നെ പ്രതീക്ഷിതല്ല, ഇങ്ങനെ ഒരു കടൽകയറ്റം ഉണ്ടാകും, ഞങ്ങളുടെ ഈ ഭവനങ്ങൾ ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും കാശ് ചിലവാക്കി. ഇപ്പോൾ ഈ ഭൂമി സർക്കാരിന് വിട്ടുകൊടുക്കേണ്ട ഭൂമി അതിൻ്റെ കൈവശക്കാർക്ക് തന്നെ ഉപയോഗിക്കാം, വീണ്ടും 10 ലക്ഷം കിട്ടും, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല, അത് സർക്കാർ വെറുതെ പറയുന്നതാണ്. അതിനുള്ള സ്ഥലം ഇവിടെ ഇല്ലല്ലോ. ഈ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കടൽ കയറി സ്ഥലങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥലം എവിടെ നിന്നാണ് പിന്നെ സർക്കാർ വിട്ടുകൊടുക്കാൻ പോകുന്നത്? ഞങ്ങൾക്ക് ഈ 10 ലക്ഷം രൂപ കൊണ്ട് എന്താണ് ഉപയോഗം ഉണ്ടാകുന്ന കാര്യം? നമുക്ക് തന്നെ അറിയാം, ഒരു സെൻറ്റ് പെരേടത്തിന് ഇവിടെ തന്നെ 2 ലക്ഷം 2.5 ലക്ഷം 3 ലക്ഷം രൂപ ഒരു സെൻറ്റ് പെരേടുണ്ട്. 2 സെൻറ്റ് പെരേടം ഈ ഞങ്ങൾ പിന്നെ ജീവിക്കുന്ന 8 ഒരു 10 ഒരു 12 അടങ്ങുന്ന ഒരു കുടുംബമാണ്. എന്നുവെച്ചാൽ 3, 4, 5 കുടുംബങ്ങൾ, മക്കളുടെ മക്കളും ചെറുമക്കളും കൂടി ചേർന്നുകൊണ്ട് വലിയൊരു കുടുംബങ്ങൾ ജീവിക്കുമ്പോൾ അതിനായിട്ടുള്ള ഒരു വീട് വെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ അട്ടിയടിക്ക് അടക്കമുള്ള അവസ്ഥയിൽ കിടക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും പൈസ ചിലവാക്കി ഒരു വീട് വയ്ക്കുകയും ആ സ്വപ്നഭൂമി വീടുകളാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതായത് വർഷങ്ങൾക്ക് പണ്ടൊക്കെ ഇങ്ങനെ തുടർച്ചയായി മീൻ പിടിക്കാൻ പോകരുതെന്ന് നിർദ്ദേശം വരാറില്ല. ഇപ്പോൾ തുടർച്ചയായി അത് വരുന്നുണ്ട്. അതും നിങ്ങളുടെ വരുമാനത്തെ ബാധിക്കുന്നില്ലേ?
ഈ ഓഗി വന്നതിന് ശേഷം സർക്കാർ എന്തോ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. സർക്കാർ ഇപ്പോൾ ഈ പോകുന്ന 4 മാസവും തുടങ്ങുന്നത് അതിരാവിലെ ഒരു മെസ്സേജ് വരും, ഇന്ന് പണിക്ക് പോകരുത്, നാളെ പിറ്റേ ദിവസം ഒരു മെസ്സേജ് വരും അങ്ങനെ തുടർന്ന് ഏതാണ്ട് 120-140 ദിവസം നിരന്തരമായിട്ട് ഞങ്ങൾ തൊഴിലിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്? ഞങ്ങളുടെ മക്കൾ പട്ടിണിയിലാണ്, ഞങ്ങളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്, ഞങ്ങൾക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാതെ ഞങ്ങൾ വിശാലമായിട്ട് ഇവിടുത്തെ മത്സ്യം പിടിച്ച് സുരക്ഷിതമായിട്ട് ജീവിച്ചിരുന്ന ഞങ്ങളുടെ അവസ്ഥ ഇന്ന് വളരെയേറെ പട്ടിണിയിലാണ്. ആ അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിന് സർക്കാർ ശാശ്വതമായ ഒരു പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും പറ്റുന്നില്ല. കാരണം ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. പണിക്ക് പോയി കഴിഞ്ഞ് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞല്ലോ പണിക്ക് പോകരുതെന്ന്, എന്നിട്ട് പോയി നിങ്ങൾ പോയേ നിങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ തരേണ്ട ആനുകൂല്യം തരുന്നില്ല. ആ അവസ്ഥയിലെത്തിയിരിക്കുക. ഓക്കെ, തീർച്ചയായും ഇത്രയും ഗൗരവതരമാണ് ഇവരുടെ വിഷയം. കാരണം ഇവർ ജീവിത സമ്പാദ്യം കൊണ്ട് മുഴുവൻ ഉണ്ടാക്കുന്ന വീട് നശിച്ചു പോകുന്നു, അവരുടെ സ്വത്തുക്കൾ നശിച്ചു പോകുന്നു, സ്വപ്നങ്ങൾ നശിച്ചു പോകുന്നു. ഇതിനപ്പുറം ജീവിക്കാൻ പോലും 150 ദിവസത്തിലേറെയാണ് ജോലി ചെയ്യാൻ സാധിക്കാത്തത്, ഒരു വർഷം എന്നൊക്കെയാണ് അവരുടെ ദുഃഖങ്ങളുടെ ഭാഗമായി അവർ പറയുന്നത്. സ്വാഭാവികമായും ഇത് വലിയ പ്രശ്നങ്ങളായി തന്നെ മാറുകയാണ്. കാരണം ഒരു തീരപ്രദേശത്തുള്ള മനുഷ്യരുടെ ജീവിത ഉപാധിയെ ബാധിക്കുന്നു, അവരുടെ ജീവിതത്തെ മൊത്തം ബാധിക്കുന്നു, അവരുടെ സമ്പാദ്യം നശിച്ചു പോകുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമുക്കറിയാവുന്നതാണ്. പുനർഗേഹം പദ്ധതി പോലുള്ള പുതിയ വീട് നിർമ്മിക്കുന്നതിന് ഇവിടെ നിന്ന് തീരത്തിൻ്റെ 50 മീറ്റർ പരിധിയിലുള്ളവർ മാറി താമസിക്കുന്നതിന് പുതിയ വീട് നിർമ്മിക്കുന്നതിനുള്ള പണം നൽകുന്നതിനുള്ളൊരു സംവിധാനമുണ്ട്. ഇതിൽ 6 ലക്ഷം രൂപ ഭൂമി വാങ്ങുന്നതിനും അതുപോലെ 4 ലക്ഷം രൂപ വീട് പണിയുന്നതിനുമാണ് നൽകുക. എന്നാൽ ഈ 10 ലക്ഷം കൊണ്ട് ഈ പ്രദേശത്ത് എന്നല്ല കേരളത്തിൽ എവിടെയും ഒരു വീട് നിർമ്മിക്കാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞത്. അതിൽ യാഥാർത്ഥ്യമുണ്ട്, നമുക്കും അറിയാവുന്നതാണ് ആ കാര്യം. അത്തരത്തിൽ ജീവിതോപാധിയും ജീവിതവും എല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ്. എങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാര്യമാത്രമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. പല പദ്ധതികളും കടലാസിലും ഒതുങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ ദുരിതം ഈ മത്സ്യത്തൊഴിലാളികളും തീരദേശ ജനതയും അനുഭവിക്കേണ്ടി വരുന്നത്.